അപ്പൊ വേഗം തന്നെ താരകൻ പറഞ്ഞു, തന്റെ സാരഥിയോട് പറഞ്ഞു, തേര് ആ സ്കന്ദന്റെ മുന്നിൽ, സുബ്രഹ്മണ്യന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന. അങ്ങനെ സാരഥി ആ തേരിനെ തെളിച്ചു ആ സുബ്രഹ്മണ്യ സമീപം കൊണ്ടുവന്ന് നിർത്തി. തന്റെ മുന്നിൽ ആ ശത്രുപക്ഷത്ത് ദേവസൈന്യങ്ങളുടെ നടുവിൽ തേരിൽ നിൽക്കുന്നതായ കുമാരനെ കണ്ട്, സുബ്രഹ്മണ്യനെ കണ്ട് അല്പസമയം ഒന്ന് മോഹിച്ചുപോയി എന്നാണ്. ക്ഷണം ആകർണ്യ ഹേ സ്വാമിൻ പശ്ചാൽ കുരുയഥാമതി. രഥാശ്വാൻ ശംഭുകുമാരം മാരകോമളം കൃത്യാകൃത്യ വചാനാസ താരകക്ഷണ മോഹിത പ്രസന്ന ഷൺമുഖാംഭോജം അഷ്ടാദശ വിലോചനം ദ്വാദശായുധസാപന്ന ഭുജദ്വാദശ പണ്ഡിതം. ആ സുബ്രഹ്മണ്യന്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചുപോയി എന്നാണ്. പ്രസന്നമായിട്ടുള്ള 6 മുഖകമലങ്ങൾ, 18 നേത്രങ്ങൾ, 12 തരത്തിലുള്ള ആയുധങ്ങളെ ധരിച്ചിട്ടുള്ളതായ 12 ബാഹുക്കൾ, ഇങ്ങനെയൊക്കെ ശോഭിക്കുന്നതായ ആ സ്കന്ധന്റെ രൂപം. താരകാസുരൻ പറയുകയാണ്, അങ്ങ് ശംഭുപുത്രനാണ്, ശിവപുത്രനാണ്, ഭുവനങ്ങൾക്കെല്ലാം അധീശനായിട്ടുള്ള ഭവാനെ പോലുള്ള പുത്രൻ ഉള്ളതുകൊണ്ടാണ് ആ ശ്രീപരമേശ്വരൻ പോലും ലോകനാഥനായി ജഗദ്ഗുരുവായി വർത്തിക്കുന്നത്. ഞാൻ അങ്ങയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. ജന്മനാ തന്നെ ആ ജന്മ വൈരികളാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ. അപ്പൊ അതിനെ ഇല്ലാതെയാക്കാൻ ആർക്കും കഴിയില്ല. ഇനി ആ ശ്രീപരമേശ്വരനെ ഞങ്ങളും ആദരിക്കുന്നവരാണ്, പൂജിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഭവാനും ശിവപുത്രനായിട്ടുള്ള താങ്കളും ഞങ്ങൾക്ക് പൂജ്യനാണ്. കാരണം പിതാവിന്റെ അംശം തന്നെയാണ്, പ്രതിരൂപൻ തന്നെയാണ് പുത്രൻ എന്ന് വേദം പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോ പരബ്രഹ്മസ്വരൂപിയായി ഞങ്ങൾ കാണപ്പെടുന്ന ആ ശ്രീപരമേശ്വരന്റെ തന്നെ പ്രതിരൂപമാണ് അങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ താരകാസുരൻ സുബ്രഹ്മണ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിച്ചത്. അവ ചോദിക്കുകയാണ് ഇവിടെ ഭഗവാൻ, ത്വം അദ്യേകോ വദാസ്മ്യഭ്യം ദാനവേഷു രഥേ സ്ഥിത കിമർത്ഥം ഭേസി മാമേസ്യ കിം നാമ കിമിഹാഗത. താരസ്ഥ തതുപശ്രുത്യ പ്രത്യുവാചഹരാത്മജം. ഇവിടെ താരകാസുരനോട് സ്കന്ദൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? എൻ്റെ അടുത്തേക്ക് വരാൻ കാരണം എന്താണ്? നിന്റെ പേരെന്താണ്? നീ ആരാണ്? എന്നൊക്കെ അറിയാത്തതുപോലെ ചോദിച്ചു എന്നാണ്. അവ പറഞ്ഞു, ഞാൻ താരകൻ എന്ന അസുരനാണ്, ശൂരപത്മാസുരന്റെ അനുജനാണ്. എനിക്ക് അങ്ങയോട് ഒരു തരത്തിലും കലഹമില്ല. ഭഗവാൻ ശ്രീപരമേശ്വരൻ ഈ ജഗത്തിന്റെ മുഴുവൻ ഗുരുവാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും ഗുരുസ്ഥാനീയനാണ്. ആ ഗുരുവിന് പ്രിയപ്പെട്ടവനായ താങ്കളും അതുപോലെ ഞങ്ങൾക്ക് താങ്കളോടും ആദരവ് തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പൊ യുദ്ധത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ, നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടതില്ല എന്ന രീതിയിലാണ് ഇവിടെ താരകാസുരന്റെ വാക്കുകൾ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ സ്കന്ദൻ പറയുന്നു, കാർത്തികേയൻ പറയുന്നു, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ്, പിതൃശാസനയ്ക്ക് അനുസരിച്ചിട്ടാണ്. അച്ഛന്റെ വാക്കിനെ ശിരസാ വഹിച്ചുകൊണ്ട് ആ കൽപ്പനയെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ നിന്റെ ജ്യേഷ്ഠനെ അറിയിച്ചോളൂ,
എന്റെ മുൻപിൽ ഇനിയും നിന്നാൽ യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധത്തിൽ ഒരുപക്ഷെ നിനക്ക് മടങ്ങിപ്പോവാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ യുദ്ധക്കളം വിട്ടു പോവുക, അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് വീരമൃത്യു പ്രാപിക്കുക. ഇത്തരത്തിൽ ആ സുബ്രഹ്മണ്യന്റെ വാക്കുകൾ കേട്ടു. വാക്യം ശുത്വേതൽ താരകോ വാക്യം സുബ്രഹ്മണ്യസ്യ വൈരുഷ സ്ഫുരൻ ദൃഷ്ടോധരോഷ ഭൃഗുടീകുടിലേക്ഷണം. കാർത്തികേയന്റെ സുബ്രഹ്മണ്യന്റെ വാക്കുകളെ കേട്ടിട്ടാണ് താരകാസുരൻ പറഞ്ഞു, താങ്കൾ യാതൊന്നും അറിയാതെയാണ് യുദ്ധത്തിനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ ബലശാലികളാണ്, യുദ്ധത്തിൽ നിന്നും പിന്തിരിയാത്തവരാണ്. ഇനി എന്താണോ ഈശ്വര വിധി, ഭഗവത് ഇച്ഛ എന്താണോ അതേ സംഭവിക്കൂ. അപ്പോ ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതികഠിനമായിട്ടുള്ള യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ച് ആ താരകാസുരനെ നിഗ്രഹിക്കും എന്ന ഒരു പ്രതിജ്ഞ ചെയ്യലാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുക. വൃഥാ താരകദുഷ്ടാത്മൻ കരസ്ഥസേ ചിരമീദൃശം സർവേ തിഷ്ഠതുതേ വീരകഥനം സ്വയമാർത്ഥയൽ തവ സംസ്മൃത്യ വീരഭക്ഷിതമന്യമേ ഭാസിതൽ പതര അത്യോർദ്ധം ശൃണുഭൂതാർദ്ധമഭൂവൻ. ഇവിടെ താരകാസുരനെ നിഗ്രഹിക്കാൻ പോകുന്നു എന്നിങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് പറയാണ്, താങ്കൾ കേട്ടുകൊള്ളൂ, ഒട്ടും ഭ്രമം കൂടാതെ കേട്ടുകൊള്ളൂ എന്നാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ പോലും പരാജയപ്പെടുത്തിയ ആളാണ് താരകൻ. ഇനി ആ ചക്രത്തിന്റെ പിന്നിലുള്ള ചരിത്രം വേണമെങ്കിൽ കേട്ടോളൂ. ദക്ഷയാഗത്തിൽ ഈ വിഷ്ണു ചക്രം പ്രയോഗിച്ചു വീരഭദ്രന്റെ നേരെ. പക്ഷേ ആ വീരഭദ്രന്റെ മാറിൽ അലങ്കരിച്ചിരിക്കുന്ന മുണ്ടമാലയിൽ ഒന്നുപോലും ആ ചക്രം കൊണ്ട് മുറിച്ചു വീഴ്ത്താൻ പറ്റിയിട്ടില്ല. മറ്റൊരവസരത്തിൽ ശിവഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഒരു ഭൂതഗണം ആ ചക്രത്തിനെ ചവച്ചരച്ചു എന്നാണ്. ദധീജി മഹർഷിയുടെ തൃണശരം ദുസ്സഹമായപ്പോൾ ദേവന്മാരുടെ മുന്നിൽ വെച്ച് ആ ദധീജിയുടെ നോട്ടം കണ്ട് ആ ചക്രം മുഖം കുനിച്ച് അതിന്റെ ശക്തിയെ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെയുള്ള ചക്രത്തെക്കുറിച്ചിട്ടാണ് നീ പറയണത്. നീ ആവശ്യമില്ലാതെ നിന്റെ കഴിവുകളെ കുറിച്ചിട്ടൊക്കെ അഭിമാനം കൊള്ളുകയാണ്. നിന്നെ ഈ യുദ്ധക്കളത്തിൽ നിഗ്രഹിച്ച് പല പല ഖണ്ഡങ്ങളാക്കി മുറിച്ചു വീഴ്ത്തും, ഛേദിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്രകാരം ആ താരകാസുര നിഗ്രഹത്തിനായിട്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അങ്ങനെ നിലകൊള്ളുന്ന ആ കാർത്തികേയനാണ്. അപ്പോഴേക്കും ദിവ്യാസ്ത്രങ്ങളൊക്കെ, ബ്രഹ്മാസ്ത്രം തുടങ്ങിയിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ വന്നു. ആ കാർത്തികേയനെ, സ്കന്ദനെ പ്രണമിക്കാൻ ആരംഭിച്ചു. അപ്പൊ സ്കന്ദന്റെ ഈ പ്രതിജ്ഞ, താരകവധം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയെ കേട്ടിട്ടാണ് താരകാസുരൻ കോപത്തോടുകൂടി ശരവർഷം ആരംഭിച്ചു എന്നാണ്. സൂര്യമണ്ഡലം പോലും മറച്ചു. ആകാശത്തിൽ നിന്ന് ഉൽക്കകൾ പതിക്കാൻ തുടങ്ങി. ഭൂമി പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി.